ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അൽഫിന അനസ്തെറ്റിക് ലൈഫ് സ്റ്റൈൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് BSc പാരാമെഡിക്കൽ കോഴ്സസിൻ്റെ ഫീസ് സ്ട്രക്ചർ പറയാൻ വേണ്ടിയിട്ടാണ്. BSc മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി കോഴ്സിന് വരുന്ന ഫീസ് എന്ന് പറയുന്നത് 20,860 രൂപയാണ് ഗവൺമെൻറ് കോളേജസിൽ വരുന്നത്. BSc MLT കോളേജസ് അണ്ടർ CPAS ആണെങ്കിൽ ഫീ വരുന്നത് 93,000 ആണ്. ട്യൂഷൻ ഫീ ആയിട്ട് വരുന്നത്, സ്പെഷ്യൽ ഫീ ആയിട്ട് വരുന്നത് 17,000 ആണ്. CPAS കോളേജസിൽ BSc MLTക്ക് വരുന്ന ഫീ സ്ട്രക്ചർ ഇതാണ്. അതുപോലെ തന്നെ സെൽഫ് ഫിനാൻസിങ് കോളേജസിൽ വരുന്ന ട്യൂഷൻ ഫീ എന്ന് പറയുന്നത് 80,330 റുപ്പീസാണ്. സ്പെഷ്യൽ ഫീ ആയിട്ട് വരുന്നത് 14,500 റുപ്പീസാണ്. എല്ലാ സെൽഫ് ഫിനാൻസിങ് കോളേജസിലും BSc MLT കോഴ്സിന് വരുന്ന ഫീസ് ഇത് തന്നെയാണ്. ഇത് കഴിഞ്ഞ വർഷത്തെ ഫീ സ്ട്രക്ചറാണ്. മേ ബി ചില ഡിഫറൻസ് ഈ വർഷം വന്നേക്കാം. അത് നമുക്ക് പുതിയ അപ്ഡേറ്റ് പ്രോസ്പെക്ടസിൽ പറയുന്ന സമയത്ത് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. BSc ഡയാലിസിസ് ടെക്നോളജിക്ക് വരുന്ന ഫീ സ്ട്രക്ചർ എന്ന് പറയുന്നത് 22,010 റുപ്പീസാണ് ഗവൺമെൻറ് മെഡിക്കൽ കോളേജസിൽ വരുന്നത്. BSc ഒപ്റ്റോമെട്രി എന്ന് പറയുന്ന കോഴ്സിന് വരുന്ന ഫീ സ്ട്രക്ചർ എന്ന് പറയുന്നത് 22,010 റുപ്പീസാണ് ഗവൺമെൻറ് കോളേജസിൽ വരുന്നത്. സെൽഫ് ഫിനാൻസിങ് കോളേജസിൽ വരുന്നത് 63,625 ആണ്. ദെൻ 39,500 റുപ്പീസ് സ്പെഷ്യൽ ഫീ ആയിട്ട് വരുന്നുണ്ട്. ട്യൂഷൻ ഫീയും സ്പെഷ്യൽ ഫീയും നിങ്ങൾ സെപ്പറേറ്റ് അടയ്ക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ദെൻ BSc ഫിസിയോതെറാപ്പിക്ക് 22,010 റുപ്പീസാണ് ഗവൺമെൻറ് മെഡിക്കൽ കോളേജസിൽ വരുന്നത്. ദെൻ ഗവൺമെൻറ് കൺട്രോൾഡ് സെൽഫ് ഫിനാൻസിങ് കോളേജസ് ആണെങ്കിൽ 79,750 റുപ്പീസാണ്. സ്പെഷ്യൽ ഫീ ആയിട്ട് 17,700 റുപ്പീസാണ്. ദെൻ സെൽഫ് ഫിനാൻസിങ് കോളേജസിലാണെങ്കിൽ ട്യൂഷൻ ഫീ വരുന്നത് 59,730 റുപ്പീസാണ്. ദെൻ 15,100 റുപ്പീസാണ് സ്പെഷ്യൽ ഫീ ആയിട്ട് വരുന്നത്. ഇതിന് നിങ്ങൾ ആദ്യം ഒരു LBSൽ ടോക്കൺ ഫീ അടയ്ക്കും. ആ ടോക്കൺ ഫീന്ന് കുറച്ചിട്ട് മാത്രമേ നിങ്ങൾക്ക് ട്യൂഷൻ ഫീ കൊടുക്കേണ്ടതായിട്ട് വരുള്ളൂ. ബാച്ചിലർ ഇൻ ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജി കോഴ്സിന് വരുന്ന ട്യൂഷൻ ഫീ 42,500 റുപ്പീസാണ്. ദെൻ സ്പെഷ്യൽ ഫീ ആയിട്ട് വരുന്നത് 37,835 റുപ്പീസാണ്. ഇതൊക്കെ ഓൾറെഡി പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ഓൾറെഡി ഫീസ് റെഡിയാക്കി വെക്കാൻ വേണ്ടിയിട്ടാണ്. മാക്സിമം ഫീസ് കറക്റ്റ് സമയത്ത് അടച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഡ്മിഷൻ ക്യാൻസലായി പോകും കേട്ടോ. സെൽഫ് ഫിനാൻസിങ് കോളേജസിൽ വരുന്ന ഫീ സ്ട്രക്ചർ 79,000 റുപ്പീസാണ്. ദെൻ സ്പെഷ്യൽ ഫീ ആയിട്ട് 37 സംതിങ് റുപ്പീസാണ് വരുന്നത്. കോഴ്സ് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സസ് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ട കോളേജിൽ പ്രയോറിറ്റൈസ് ചെയ്താണ് വെക്കേണ്ടത്. പലരും വിചാരിച്ചിരിക്കുന്നത് LBS ത്രൂ നമുക്ക് ഏത് കോളേജിൽ അഡ്മിഷൻ കിട്ടിയാലും ഫീ സ്ട്രക്ചർ ഗവൺമെൻറ് ആണ് കൊടുക്കുന്നത് എന്നാണ്. അങ്ങനെയല്ല, നിങ്ങൾക്ക് സെൽഫ് ഫിനാൻസിങ് ആണ് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് തന്നെ ഫീസ് അടയ്ക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ദെൻ BSc കാർഡിയോവാസ്കുലർ ടെക്നോളജിക്ക് ഗവൺമെൻറ് കോളേജസിൽ കിട്ടിക്കഴിഞ്ഞാൽ 22,010 റുപ്പീസാണ് നിങ്ങൾ കൊടുക്കേണ്ടതായിട്ട് വരുന്നത്. പാരാമെഡിക്കൽ താല്പര്യമുള്ള എത്ര കുട്ടികളുണ്ടെന്ന് കമൻറ്റിൽ പറയാം കേട്ടോ. നെക്സ്റ്റ് കോഴ്സ് വരുന്നത് ബാച്ചിലർ ഓഫ് ഒക്കുപേഷണൽ തെറാപ്പി, അതായത് BOT കോഴ്സാണ്. ഇവിടെ നിങ്ങൾക്ക് ഗവൺമെൻറ്റിൽ അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ 42,500 സംതിങ് ആണ് റുപ്പീസാണ് നിങ്ങൾക്ക് ട്യൂഷൻ ഫീ ആയിട്ട് വരുന്നത്. സ്പെഷ്യൽ ഫീ ആയിട്ട് 37,606 റുപ്പീസാണ് വരുന്നത്. ആൻഡ് ഓട്ടോണോമസ് ഇൻസ്റ്റിറ്റ്യൂഷൻ അണ്ടർ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ഗവൺമെൻറ് ഓഫ് കേരളയിലെ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ 74,565 റുപ്പീസാണ് ട്യൂഷൻ ഫീ ആയിട്ട് വരുന്നത്. 35,000 സംതിങ് റുപ്പീസാണ് സ്പെഷ്യൽ ഫീ ആയിട്ട് വരുന്നത്. BSc പെർഫ്യൂഷൻ ടെക്നോളജിക്ക് ഗവൺമെൻറ് സീറ്റ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് വരുന്ന ഫീസ് എന്ന് പറയുന്നത് 22,010 റുപ്പീസാണ്. അതുപോലെ തന്നെ ന്യൂക്ലിയർ മെഡിസിൻ ടെക്നോളജിക്കും ഇതേ ഫീസ് തന്നെയാണ് വരുന്നുണ്ടാവുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും ഓക്കെ ബൈ, താങ്ക് യു.